നമസ്കാരം. എല്ലുകറി ഉണ്ടാക്കാൻ പോവാട്ടോ. ഇന്നത്തെ വിഭവം എന്നാന്നറിയാമോ? ഹൈറേഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലുകറിയും കപ്പയും. എല്ലുകറി ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 കിലോ എല്ലാണ് വാങ്ങിയിട്ടുള്ളത്. വാരിയെല്ല്, പോത്തിൻ്റെ. കപ്പ 2 കിലോ വാങ്ങിയിട്ടുണ്ട്. തൊണ്ട് പൊളിച്ചെടുക്കണം. എല്ല് കഴുകി വാരി വെച്ചു. കപ്പ തൊണ്ട് പൊളിച്ചു കൊണ്ടിരിക്കുന്നു. കപ്പ നുറുക്കിയെടുക്കുന്നു. വേരെല്ലാം കളഞ്ഞു വേണം കേട്ടോ നുറുക്കിയെടുക്കാനായിട്ട്. എല്ലുകറിക്കുള്ള സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. പച്ചമല്ലി കേട്ടോ, പൊടിയല്ല. അതുപോലെ മുളക്, പൊടിയല്ല മുളകും. തേങ്ങ, ഒരു മുറി തേങ്ങയുണ്ട്. കപ്പയ്ക്കുള്ള സാധനങ്ങളാണ് കാന്താരിയാണ്, ഉള്ളിയുണ്ട്, കറിവേപ്പിലയുണ്ട്, തേങ്ങയുണ്ട്. എല്ല് കഴുകി നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് കുക്കറിൽ. മുഴുവൻ സാധനങ്ങളും നിരത്തി വെച്ചിരിക്കുകയാണ്. കടുക്, വെളിച്ചെണ്ണ അടക്കം, എല്ലടക്കം. നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. ഇന്ന് വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. ചുവന്നമുളകാണ് ഇട്ടത്. വറ്റൽമുളക് 10 ഉണ്ട്. മല്ലി ഒരു 4-5 സ്പൂണുണ്ട്. മൂപ്പിച്ചെടുക്കണം നന്നായിട്ട്. ചുമക്ക വറുത്തെടുക്കണം. ഏതാണ്ട് മൂപ്പായിട്ടുണ്ട്. ഇനി കോരിയെടുക്കാം. അടുത്തതായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിട്ടു. സവാളയും വെളുത്തുള്ളിയും ഒക്കെ വറുത്തെടുക്കണം. കടുക് പൊട്ടി സവാള ഇട്ടു. 4 സവാളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. 10 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് പച്ച തക്കാളിയാണ്, നമ്മുടെ പറമ്പിൽ നിന്നും പറിച്ചതാണ്. നല്ലതാണ് ചേർത്താൽ. ഒരു 5-6 പച്ചമുളക്. അറ്റം പയ്യൊന്ന് മുറിച്ചിട്ടേ ഉള്ളൂ. വെളിച്ചെണ്ണ പോരായ്മയുണ്ട്, അല്പം കൂടി ഒഴിച്ചു. വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ചെറിയ സ്പൂൺ കേട്ടോ, കളറിന് വേണ്ടിയിട്ടാണ്. മൂപ്പായിട്ടുണ്ട്. ഗ്രേവിക്ക് വേണ്ടി പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് വെള്ളം ഒഴിച്ചു. വെള്ളം തിളയ്ക്കുന്ന മുറയ്ക്ക് ഇതല്ലേ നമ്മുടെ എല്ലിട്ട് കൊടുക്കണം. എല്ലിട്ട് കൊടുത്തു. തീ കൂട്ടി കൊടുത്തു. നന്നായിട്ട് തിളപ്പിക്കണം. ഗ്രേവി നന്നായിട്ട് തിളയ്ക്കണം. ഗ്രേവിക്ക് അകത്ത് കിടന്നിത് പാകപ്പെടണം. പച്ചക്കറിവേപ്പില തിരുമ്മിയിടുവാണ്. നല്ല സ്വാദ് കിട്ടും. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം വറ്റായിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ചുകൊണ്ട് ഭയങ്കര ടേസ്റ്റായിരിക്കും. കറിവേപ്പില തൂളി. തീ ഓഫ് ചെയ്തു. മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇനി കോരിയെടുക്കാം. മസാലപ്പൊടി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. നമ്മൾ പൊടിച്ച മസാലപ്പൊടി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കപ്പ പുഴുങ്ങി വെച്ചിരിക്കുന്നത് കണ്ടോ. ആ കപ്പ ഇറച്ചി കോരിയ ഉരുളിയിലേക്ക് ഒരല്പം ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇവിടെ അങ്ങനെ ഒരു പതിവുണ്ട്. പാത്രം ചുമ്മാ കഴുകി കളയുമൊന്നുമില്ല. നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ. കപ്പ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അല്പം കപ്പ എടുത്തു. അല്പം കറിയും കൂടി ചേർത്ത് നമ്മൾ കഴിക്കാൻ ആരംഭിക്കുകയാണ്. നല്ല സൂപ്പർ വിഭവമാണ് എന്നുള്ളത് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സൂപ്പർ വിഭവം തന്നെയാണ്. ഇതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കപ്പയും
അതുപോലെ ഈ എല്ലും കറിയും ഉണ്ടാക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.